ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2024 കോപ്പ അമേരിക്ക ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. നിലവിലത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന അവരുടെ ഗ്രൂപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ കാനഡയെ 2-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ള ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. USA അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ കളി കാണാനായിട്ട് 70,000-ൽ പരം കാണികളുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. റിസൾട്ട് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ടാണ്, 3 പോയിന്റ്സ് നേടാൻ സാധിച്ചിരിക്കുകയാണ്, ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റാറ്റ്സ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അർജന്റീന ഈ മത്സരത്തിൽ 9 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 9 ബിഗ് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തതിൽ 7 ബിഗ് ചാൻസസും അവർ മിസ് ചെയ്തിരിക്കുകയാണ്. അതായത് സാക്ഷാൽ ലിയണൽ മെസ്സി പോലും 2 ബിഗ് ചാൻസസ് മിസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. 2 1v1 ചാൻസസ് മിസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആ 2 അവസരങ്ങളും മത്സരം കിൽ ഓഫ് ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു ലിയണൽ മെസ്സിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. 1-0 നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ 2 അവസരങ്ങളും അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ബിസാറായിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമുക്ക് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലിയണൽ മെസ്സി മാത്രമല്ല, ഏഞ്ചൽ ഡി മറിയ മത്സരത്തിന് തുടക്കത്തിൽ ഒരു 1v1 മിസ് ചെയ്യുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്ന ലൗതാരോ മാർട്ടിനസും ഒരു ബിഗ് ചാൻസ്, ഒരു 1v1 മിസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് അർജന്റീന മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സ്റ്റാറ്റ്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അർജന്റീന ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, അത് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ആളുകൾ എത്തുക. പക്ഷേ കാനഡ എന്ന് പറയുന്ന ടീം ശരിക്കും അർജന്റീനയ്ക്ക് നല്ലൊരു ടെസ്റ്റ് ഈ മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. ജെസ്സി മാർഷ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവരിപ്പോൾ അധികമൊന്നും ആയിട്ടില്ല ഈ ചങ്ങായി ഇവിടെ മാനേജറായിട്ട് വന്നിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമുക്ക് ഓൾറെഡി ആ ഒരു ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഹൈലൈനൊക്കെ കീപ്പ് ചെയ്തിട്ട് പൊസഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു 4-4-2 മിഡ് ബ്ലോക്കിൽ നിന്നിട്ട് കാര്യങ്ങൾ അർജന്റീനയ്ക്ക് ഇടങ്ങേറാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ, എഫിഷ്യൻ്റായിട്ട് ബ്രീച്ച് ചെയ്യാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിയാണ്, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താണ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു അർജന്റീന, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ ഇവരുടെ ഈ ഒരു അപ്രോച്ചിനെ മറികടക്കാമെന്നുള്ളത്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നില്ല. 7 അറ്റംപ്റ്റുകൾ വീതമാണ് 2 സൈഡുകളും ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. 7 അറ്റംപ്റ്റുകൾ വീതം. അപ്പോൾ അത്തരത്തിൽ എന്താണ്, ഈക്വൽ ഷെയർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പോലും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാനഡ പ്രധാനമായിട്ടും അവരുടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ മെനസ് സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ അർജന്റീനയുടെ ഡിഫൻസിലെ വൾണറബിലിറ്റികളെ മത്സരത്തിൻ്റെ ചില സാഹചര്യങ്ങൾ ഈ കാനഡ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതും പേസ് യൂസ് ചെയ്തിട്ടാണ് അവർ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആരുടെ പേസ്? പ്രധാനമായിട്ടും അൽഫോൺസോ ഡേവിസിൻ്റെ പേസ്. ചങ്ങായി ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, മറ്റു പ്ലേയേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കുന്നു, ജോണതൻ ഡേവിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കുന്നു. എന്നിട്ട് എന്താണ്, നഹുൽ മൊലീനയെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. മൊലീനയെ സംബന്ധിച്ചോളം ഫൊഗറ്റബിൾ ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ആ ഒരു വിങ്ങിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏഞ്ചൽ ഡി മറിയയുടെ അടുത്തുനിന്ന് പിന്നെ ട്രാക്ക് ബാക്കിംഗ് പരിപാടികളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. റോഡ്രിഗോ ഡിപ്പോൾ ട്രാക്ക് ബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഡേവിസുമായിട്ടൊരു 1v1 സിറ്റുവേഷനിലാണ് നഹുൽ മൊലീന എത്തിപ്പെടുന്നുണ്ടായിരുന്നത്. അപ്പോൾ പേസിൽ ബീറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഡേവിസ് ബോക്സിലേക്ക് എത്തിയിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമായിരുന്നു. ആ പേസിൻ്റെ ത്രെട്ടിനെ നെഗേറ്റ് ചെയ്യാൻ അർജന്റീനയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈവൻ പാസിങ്ങിലും അർജന്റീനയുടെ ഭാഗത്ത് ഇത്തിരി ആ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മെസ്സിയുടെ അടുത്തുനിന്ന് പോലും ബോൾ വിൻ ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളും. കാരണം എന്താണ്, അവർ പിന്നെ ആ ഒരു മിഡ് ബ്ലോക്കിൽ നിന്നിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വിൻ ചെയ്യാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തുണ്ടായിരുന്നു, ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമങ്ങളും. അപ്പോൾ അങ്ങനെ അർജന്റീനയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. പരഡസ് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ബോൾ സപ്ലൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ലോങ് ബോളുകളൊക്കെ അർജന്റീന കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചാനലിലൂടെയുള്ള റണ്ണുകൾ നടത്താനുള്ള പ്ലേയേഴ്സിൻ്റെ അറ്റംപ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ലെഫ്റ്റിൽ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അക്യൂനയാണ്. ലെഫ്റ്റ് ബാക്കായിട്ടുള്ള അക്യൂനയാണ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു വിങ്ങർ ഉണ്ടായിരുന്നില്ലല്ലോ ലെഫ്റ്റ് സൈഡിൽ. അൽവാരസ് അവിടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളിൽ. അല്ലാതെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ അക്യൂനയാണ് ശ്രമിക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട സംഭവം. പിന്നെ കൂടുതലും ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ കളിക്കാനാണ് ലിയണൽ മെസ്സി ആണെങ്കിലും അതുപോലെ തന്നെ ഏഞ്ചൽ ഡി മറിയ ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ പിന്നെ മോഡ് ഓഫ് ക്രിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു സ്വിച്ച് ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊടുത്തിട്ട് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമവും അർജന്റീന നടത്തുന്നുണ്ടായിരുന്നു. എന്നാലും ഇവരുടെ ഈ ഒരു ഹൈലൈനും അവരുടെ ആ ഒരു 4-4-2
ആ ഒരു മിഡ് ബ്ലോക്കും നല്ല കോമ്പാക്റ്റ് ആയിരുന്നു പ്രധാനമായും ഫസ്റ്റ് ഹാഫിൽ. ഇനി നമ്മൾ മത്സരത്തിലെ ഇവൻസുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മത്സരത്തിൽ 2 ഗോളുകൾ വരുന്നത് രണ്ടും സെക്കൻഡ് ഹാഫിലാണ്. ഹൂലിയൻ അൽവാരസും ലൗതാറോ മാർട്ടിനസുമാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ലിയോണൽ മെസ്സിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹം 2 ബിഗ് ചാൻസസ് മിസ് ചെയ്തിട്ടുള്ളൊരു മത്സരമാണ്, 2 1v1 മിസ് ചെയ്തിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കും വളരെ മോശം ഒരു പെർഫോമൻസ് ആയിരിക്കില്ലേ ലിയോണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്നുള്ളത്. ശരിയാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി വെച്ചിട്ട് ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഓവറോൾ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അത് വലുത് തന്നെയാണെന്നുള്ളതാണ്. അതാണ് ലിയോണൽ മെസ്സിയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ എത്ര താരങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പകരം അർജൻറ്റീന അടിച്ച 2 ഗോളിലും വലിയ ഇമ്പാക്റ്റാണ് ലിയോണൽ മെസ്സി ഉണ്ടാക്കില്ല. രണ്ടാമത്തെ ഗോളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രൂ ബോളാണ് ലൗതാറോ മാർട്ടിനസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഗോളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കീ പാസ് അത് സെൻസേഷണൽ ആയിട്ടുള്ള ആ ത്രൂ ബോളാണ് മെക്കാലിസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മെക്കാലിസ്റ്റർ രണ്ടും അവിടെ മികച്ചതായിരുന്നു. അപ്പോൾ 2 ഗോളുകളും സൃഷ്ടിക്കുന്നതിൽ ആർക്കിടെക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ലിയോണൽ മെസ്സിയാണ്. അപ്പോൾ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയായിരുന്നതാണ്. ഇത് ലോകത്ത് അധികം ആളുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള സംഭവമല്ല. 5 ബിഗ് ചാൻസസും ചങ്ങായി ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ലിയോണൽ മെസ്സി സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു മത്സരമായിരുന്നു. പ്ലേ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നുള്ള മത്സരമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. സെൻട്രൽ ഏരിയയിലൂടെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ആ ലൗതാറോ മാർട്ടിനസിന് കൊടുത്തുള്ള ത്രൂ ബോളൊക്കെ ബ്യൂട്ടിഫുൾ സാധനമാണ്. അതിൽ നമ്മൾ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റോഡ്രിഗോ ഡിപ്പോളിൻ്റെ ഒരു റണ്ണുണ്ട്, റൈറ്റിലൂടെ നടത്തിയിട്ടുള്ള റണ്ണ്. അപ്പോൾ നോർമൽ ഫുട്ബോളേഴ്സൊക്കെ ആ ഒരു പാസ് ആയിരിക്കും പിക്ക് ചെയ്യുക. നേരെ മറിച്ച് ലിയോണൽ മെസ്സി ആ പെർഫെക്റ്റ് പാസ് പിക്ക് ചെയ്തു. അതാണ് മെസ്സിയുടെ പ്രത്യേകത. ഇനി ഈ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ കോപ്പ അമേരിക്ക ക്യാമ്പയിനിലെ ആദ്യത്തെ അസിസ്റ്റാണ്. ഈ മത്സരം കളിച്ചതോടുകൂടിയിട്ട് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ റെക്കോർഡ് ചെങ്ങയുടെ പേരിലാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഈ അസിസ്റ്റിനും ഒരു പ്രത്യേകതയുണ്ട്. മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ കമ്പൈൻ ചെയ്തെടുത്തിട്ടുള്ള താരം ലിയോണൽ മെസ്സിയാണെന്നുള്ള കാര്യം ഓർക്കണം. അതായത് 26 ഗോളുകളും 28 അസിസ്റ്റുകളുമാണ് അദ്ദേഹം വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലായിട്ട് കമ്പൈൻ ചെയ്ത് കൂട്ടിയെടുത്ത് വെച്ചിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അത് റെക്കോർഡാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ ഒരു രാജ്യത്തിന് വേണ്ടി മറ്റൊരു താരത്തിനും ഇത്രയധികം ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് ഗെയിം ആയിരുന്നില്ല ഇത്. ബട്ട് സ്റ്റിൽ അദ്ദേഹം സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നു. എന്താ പറയുക. ഇനി എന്താണ് മത്സരത്തിലെ ഈവൻസുകളിലേക്ക് കടക്കാം. കാനഡയുടെ ഒരു കോർണറിൽ നിന്നാണ് ആദ്യത്തെ ബിഗ് ചാൻസ് അർജൻറ്റീനയ്ക്ക് ലഭിക്കുന്നത്. കനേഡിയൻ പ്ലെയറിൻ്റെ അടുത്ത് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ എങ്കൽ ഡിമറിയെ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു. ഇത് ആ ഒരു അർജൻറ്റീനയുടെ ഹാഫിലാണ് സംഭവിക്കുന്നത്. ഡിമറി അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു. തൻ്റെ ഇടതുവശത്തൂടെ ലിയോണൽ മെസ്സിയും ഓടുന്നുണ്ട്. പക്ഷേ കാനഡ കീപ്പർ മികച്ച രീതിയിൽ അവിടെ ഒരു സ്വീപ്പർ കീപ്പറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അദ്ദേഹം കയറി വന്നിട്ട് ആ ഒരു 1v1 സിറ്റുവേഷനിൽ നല്ല രീതിയിൽ സേവ് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഡിമറിയെ സംബന്ധിച്ചിടത്തോളം യൂഷ്വലി കമ്പോസർ കാഴ്ചവെക്കുന്ന ഒരു ചെങ്ങായാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ആ ഒരു കമ്പോസർ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഫസ്റ്റ് ബിഗ് ചാൻസ് അർജൻറ്റീന മിസ് ചെയ്യുന്നു. അത് ഗോളായിരുന്നെങ്കിൽ ചിലപ്പോൾ കളിയുടെ ഗതി തന്നെ മാറിപ്പോയേനെ. പിന്നെ നമ്മളെന്താണ് കാണുന്നത്, 10 മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ മറ്റൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൂടി പിന്നെ അർജൻറ്റീനയ്ക്ക് ലഭിക്കുകയാണ്. ഇത് ആംഗിൾ ഇത്തിരി ടൈറ്റാണ് ലിയോണൽ മെസ്സിയെ സംബന്ധിച്ചോളം. പരഡസ് ആണ് ലോങ് ബോൾ കൊടുക്കുന്നത്. ആ പരഡസ് ലോങ് ബോൾ കൊടുക്കുന്നതിന് മുമ്പ് കാനഡയുടെ അറ്റാക്കിനെ തടയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. അങ്ങനെ പരഡസ് ലോങ് ബോൾ കൊടുക്കുന്നു. അത് ലിയോണൽ മെസ്സിയാണ്. ആ ലെഫ്റ്റ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം ഒരു ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നത്, ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. അത് ഒരു ഡിഫിക്കൽട്ട് ആംഗിളാണ്. പിന്നെ ഒരു ഫ്രീ കിക്ക് കാനഡയ്ക്ക് ലഭിക്കുന്നു. അൽഫോൺസോ ഡേവിസിൻ്റെ ഫ്രീ കിക്ക് അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. മെസ്സി റൈറ്റ് വിങ്ങിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്വിച്ച് അക്വിനയുടെ വൈഡ് ഏരിയയിലൂടെയുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ആ ഒരു റൈറ്റ് ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഈ കാനഡ എങ്ങനെയാണ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ അർജൻറ്റീനയുടെ പിന്നെ പ്ലേയേഴ്സ് ബോളുമായിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അങ്ങോട്ടേക്ക് ഈ പ്ലേയേഴ്സൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവിടെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇപ്പുറത്തെ വിങ്ങിൽ സ്പേസ് ഉണ്ട്. ആ സ്പേസ് പിക്ക് ചെയ്യാനാണ് മെസ്സി ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ അക്വിന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അർജൻറ്റീന സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ അക്വിന ബോൾ പിക്ക് ചെയ്യുന്നിട്ട് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. പക്ഷേ ആ ക്രോസ് മീറ്റ് ചെയ്യാൻ, ലോ ക്രോസ് ആണ്, അത് മീറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്, നമ്മൾ കാനഡയുടെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് ചാനലിലൂടെയുള്ള അറ്റാക്ക് കാണാണ്. അതിൽ ഡിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡേവിസ് ഒടുക്കത്തെ പേസി ആയിട്ടുള്ള ഫുട്ബോളാണ്. നമുക്കറിയാം മോളിനൊക്കെ അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുന്നില്ല. ബൈലിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തിയതിന് ശേഷം ചെങ്ങായി ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. പാരഡൈസ് പറന്നു വന്നിട്ട് അവിടെ
അത് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബുക്കാനൻ്റെ കാലുകളിലേക്കാണ് അത് ചെന്ന് വീഴുന്നത്. ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ചങ്ങായി വളരെ പെട്ടെന്ന് കമ്പോസിൽ അത് പെട്ടെന്ന് അടിച്ചു, അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം വേറെയും ഓപ്ഷൻസ് ബുക്കാനിന് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ കമ്പോഷൻ ചങ്ങായിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അത് ആ കമ്പോഷൻ അതിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു കാനഡ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ വീണ്ടും കാനഡ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നു. അതായത് ജോൺസൺ ഡേവിഡ് ലീലിൻ്റെ സ്ട്രൈക്കറാണ്. ചങ്ങായി നല്ല ഫോമിലാണ് ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരുപാട് ഗോളുകൾ ക്ലബ് ലെവലിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഡേവിസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഡേവിസ് അഗെയിൻ ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം എന്താണ് ഇത്തവണ കട്ട് ബാക്ക് അല്ല കൊടുത്തത്, ആ ഒരു 6 സൈഡ് ഏരിയയിലേക്ക് ക്രോസ് കൊടുക്കുന്നു. അതിലേക്ക് ഓടിയെത്താനാണ് ലാരിൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ആ ഒരു എമി മാർട്ടിനസിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾ ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ്. ആ ഡേവിസ് ആ ക്രോസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ആൾ ഡേവിസിന് മുമ്പിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാലും ലിസാൻഡ്രോ മാർട്ടിനസും എമി മാർട്ടിനസും കൂടിയിട്ട് അവിടെ അത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവന്നിട്ടോ ആ റീബൗണ്ടും അതും പരഡസ് റീബൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഷോട്ട് അതും ബ്ലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കഴിയുന്നു. ഈ ലാരിനും കുറച്ച് ഇടങ്ങേറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പിന്നെ അർജന്റീനിയൻ ഡിഫൻസിന് എന്നുള്ള എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. പിന്നെ ലിച്ച ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ള ഒരു പരിപാടി, ആ ഒരു ഡീപ്പിൽ നിന്ന് ഒരു ബോൾ കൊടുക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ അവിടെ സ്വീപ്പർ കീപ്പർ മനോഹരമായിട്ടാണ് ചങ്ങായി കീപ്പ് ചെയ്തിട്ടുള്ളത്. കാനഡയുടെ കീപ്പർ ആൾ വന്നിട്ട് സ്വീപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഡിപ്പോളിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ക്രോസ് റൈറ്റ് സൈഡിൽ നമ്മൾ കാണാം. ഡിപ്പോൾ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ ഓവറോൾ. അപ്പോൾ ഡിപ്പോളിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു ക്രോസ്, അതിൽ ഡിമറിയ അവിടെ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഡിപ്പോളിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡിപ്പോളിൻ്റെ ക്രോസിലേക്ക് ബോക്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നത് മക്കാലിസ്റ്ററാണ്. അപ്പോൾ മക്കാലിസ്റ്റർ അത്തരത്തിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെഡർ പക്ഷേ അത്ര കൺവിക്ഷനോട് കൂടിയല്ല അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുണ്ട്. അത് കീപ്പർ കംഫർട്ടബിളായിട്ട് സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മൾ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാനഡയുടെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് കാണാണ്. അപ്പോൾ ഇത്തവണ റൈറ്റ് സൈഡിലൂടെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ലാരിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ക്രോസ് റൈറ്റ് സൈഡ് നമ്മൾ കാണാം, ബ്യൂട്ടിഫുൾ ക്രോസ്. അത് അവർ ഹെഡ് ചെയ്യുന്നു. പക്ഷേ എമി മാർട്ടിനസിൻ്റെ നേരേക്കാണ് അത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എമി മാർട്ടിനസ് അവിടെ സേവ് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേവ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റീബൗണ്ട് അൽഫോൺസോ ഡേവിസിൻ്റെ കാലുകളിലേക്കാണ് ചെന്ന് വീണിട്ടുണ്ടായിരുന്നത്. ആൾ ബോക്സിലുണ്ട്, പക്ഷേ അവിടെ കൺവിക്ഷൻ ഇല്ലാതെ അൽഫോൺസോ ഡേവിസ് അത് പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ എന്താണ് അർജന്റീന ചാൻസുകൾ കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് മെസ്സിയുടെ ഒരു വേവേഡ് അറ്റംപ്റ്റ് നമ്മൾ കാണണം. ആ ഒരു പിന്നെ എന്താണ് റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഫുട്ടുള്ള സാധനം അത് പുറത്തേക്ക് പോയി. പിന്നെ വേറൊന്ന് ഈ കാനഡ പൊസിഷൻ കളഞ്ഞു വിളിക്കുന്ന സാഹചര്യത്തിൽ മെസ്സി അൽവാരസിനെ ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള അൽവാരസിനെ പിക്ക് ചെയ്യുന്നു. പക്ഷേ അൽവാരസിന് അതിൻ്റെ കാലുകൾ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കീപ്പർ വന്നിട്ട് അത് സേവ് ചെയ്ത് നമ്മളോട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക് അറ്റംപ്റ്റ് ആണ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലെഫ്റ്റ് ആംഗിളിലാണ് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയാണ്. ഫസ്റ്റ് ഹാഫിൽ കാര്യങ്ങളൊക്കെ ഒരു ഈവൺ ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാനഡ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കാനഡയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, പിന്നെ ഡിമറിയുടെ 1v1 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കാനഡ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താണ് ചേഞ്ച് വരുത്തുന്നത് വെച്ചാൽ ലിയോണൽ മെസ്സി ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നതിന് പകരം കുറേ കൂടി സെൻട്രലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. 48-ാമത്തെ മിനിറ്റിലല്ല ഗോൾ പിറക്കുന്നത്. അതെ, അതിൽ റൈറ്റ് വിങ്ങിൽ നിന്ന് മെസ്സി ബോൾ റിസീവ് ചെയ്യുന്നു സെൻട്രൽ ഏരിയയിൽ നിന്ന്. എന്നിട്ട് ഈ മക്കാലിസ്റ്റർ ബോക്സിലേക്കുള്ള റണ്ണ് നിരന്തരം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റണ്ണ് മനോഹരമായിട്ടുള്ള ത്രൂ ബോളിലൂടെ പിക്ക് ചെയ്യാണ്. മക്കാലിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഗോൾ കീപ്പർ കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ മക്കാലിസ്റ്റർ വളരെ ഡെഫ്റ്റ് ആയിട്ടുള്ളൊരു ടച്ചിൽ അൽവാരസിനെ റിലീസ് ചെയ്യുന്നു. അൽവാരസ് എംറ്റി പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാനാണ് നമ്മൾ കണ്ടത്. അവിടെ മറ്റൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ആ ഗോൾ വീണ്ടുള്ള സാഹചര്യം മക്കാലിസ്റ്റർ വേദന കൊണ്ട് പൊളയാണ്. ആ ഒരു അവസരത്തിൽ ഗോള് ഈ അൽവാരസും സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണികളുടെ അടുത്തേക്ക് പോയിട്ടൊന്നുമല്ല, നേരെ മക്കാലിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. മൊത്തം ടീം മക്കാലിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അതാണ് അവിടെ അതൊരു ഫാമിലി ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. മക്കാലിസ്റ്റർ ഓക്കെ ആണോ എന്നുള്ളതാണ് അവരാദ്യം അവിടെ നോക്കുന്നത്, ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം. പല ടീമുകളും ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇത് ആ ഒരു ടീമിൻ്റെ ടുഗദർനെസ് എനിക്കവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗോൾ വരുന്നു. പിന്നെ എന്താണ് മെസ്സി വൺസ് അഗൈൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. യൂലിയൻ അൽവാരസ് നല്ലൊരു ടേൺ നടത്തിയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയത് അഗെയിൻ ഈ ചെങ്ങായി കാനഡ കീപ്പർ സേവ് ചെയ്യാണ്. ചേഞ്ചസ് വരുത്തി തുടങ്ങി സ്കാലനി. അപ്പോൾ അതിൽ തന്നെ ലൊസെൽസോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 68-ാമത്തെ മിനിറ്റാണ് ആദ്യം ചേഞ്ച് വരുന്നത്. ജെസ്സി മാർഷാണ് ബുക്കാനെ പിൻവലിച്ചിട്ട് ഷാഫിൽബർഗിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 68-ാമത്തെ മിനിറ്റാണ് എംഗൽ ഡിമറിയെ പിൻവലിച്ചിട്ട് ലൊസെൽസോയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ റോഡ്രിഗോ ഡിപ്പോളിനൊക്കെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ അദ്ദേഹം പിന്നെ തടഞ്ഞു നിർത്തിയത് എങ്ങനെയാണെന്ന് അറിയാം.
കാനഡയുടെ കൗണ്ടർ അറ്റാക്കിങ് നമ്മൾ നാട്ടിൽ സെവൻസിലൊക്കെ കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പാടത്ത് കളിക്കുമ്പോഴുള്ള പരിപാടി ഉണ്ടല്ലോ, കൈ പൊക്കിയിട്ട് ബോൾ പിന്നെ പിടിച്ചു വെക്കുന്നത്, പിടിച്ചു വെക്കുക പറഞ്ഞാൽ തട്ടി മാറ്റുന്നത്, എന്ത് തോന്നിയാസാണത്. അത് ഒട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തൊരു പരിപാടിയാണ് റോഡ്രിഗോ ഇപ്പോൾ അവിടെ ചെയ്തത്. ടീമിന് വേണ്ടിയിട്ട് എടുത്തൊരു യെല്ലോ കാർഡാണ്, പക്ഷേ അങ്ങനെ ഹാൻഡ് ബോളൊന്നും അതൊന്നും പ്രൊഫഷണൽ ഫുട്ബോളിൽ ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ അവിടെ യെല്ലോ കാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എമി മാർട്ടിനസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഭീകരമായിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണും. ബോൾ കാനഡയുടെ അറ്റാക്ക് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുന്നു, അദ്ദേഹം ഉടൻ തന്നെ അത് റിലീസ് ചെയ്യാണ്, ലിയോണൽ മെസ്സിയിലേക്ക് റിലീസ് ചെയ്യാണ്. ലിയോണൽ മെസ്സി 1v1 ആണ് ഈ ഒരു സാഹചര്യത്തിൽ. അതിൻ്റെ പിന്നെ ബോൾ കൺട്രോൾ ചെയ്ത രീതിയൊക്കെ മികച്ച തന്നെയാണ്. 1v1 സിറ്റുവേഷനിൽ അദ്ദേഹം ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് ഷോട്ട് അടിക്കുന്നു, അത് കീപ്പർ സേവ് ചെയ്യുന്നു, വീണ്ടും അത് അദ്ദേഹത്തിലേക്ക് തന്നെ വരികയാണ്. ഒരു ഡിഫൻഡറും കീപ്പറും മാത്രമേ അവിടെ ഉള്ളൂ. ആ ഒരു അവസരത്തിൽ കീപ്പറിനെയും അദ്ദേഹം ഫേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം റൈറ്റിലേക്ക് എടുത്തിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് കീപ്പറിനൊക്കെ കബളിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഷോട്ട് അടിക്കുന്നതിന് പകരം അദ്ദേഹം ചിപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് പിന്നെ ആ ഡിഫൻഡറിൻ്റെ ദേഹത്ത് തട്ടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. കാനഡയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർണറിൽ നിന്നാണ്. കോർണർ ലെഫ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കോർണർ അത് പിന്നെ അർജന്റീന ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് റൈറ്റിൽ കാനഡിയൻ പ്ലെയർ തന്നെ എടുക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ക്രോസ് കൊടുക്കുന്നു. അതിൽ പിന്നെ നല്ലൊരു ഹെഡർ ജോണത്തൻ ഡേവിഡ് നടത്തി. പക്ഷേ എമി മാർട്ടിനസിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, പുറത്തേക്ക് പോകുന്നൊരു കാര്യമുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു ഹെഡ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കുറേ കൂടി ബെറ്റർ ആയിട്ട് ചങ്ങായി അത് ടാർഗറ്റിലേക്ക് ഹെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാനഡയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അർജന്റീന മത്സരം സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൊസെൽസോ ഒക്കെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ലൊസെൽസോയെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മിഡ്ഫീൽഡിൽ കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൊസെൽസോയെ കൊണ്ടുവരുന്നത്. ഡിമറിയ കൂടി പോയിട്ടുള്ള സാഹചര്യത്തിൽ വിഡ്ത്ത് തീരെ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഒരു 4-4-2 ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അർജന്റീന. കാരണം മെസ്സിയും അൽവാരസും കളിക്കുന്നു. അൽവാരസ് തന്നെ നല്ല രീതിയിൽ പിന്നെ ട്രാക്ക് ബാക്കിങ്ങും പ്രസ്സിങ്ങും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മിഡ്ഫീൽഡിൽ കൺട്രോൾ ലാക്കിംഗ് ആയിരുന്നു എന്നുള്ളത് കണ്ടിട്ട് തന്നെയാണ് ലിയോണൽ സ്കാലനി അത്തരത്തിലുള്ളൊരു ചേഞ്ച് വരുത്തിയത്. പരേഡസ് അത്ര മികച്ച രീതിയിൽ കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻസോ ഫെർണാണ്ടസ് സർജറി കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ, മാച്ച് ഫിറ്റ്നസിൻ്റെ ഒരു അഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാതിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ മെക്കാലിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നും ബോക്സിലൊക്കെ ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പൊസഷനിൽ ഇത്തിരി പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് ഏരിയയിൽ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അക്യൂന മാത്രമായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. പിന്നെ ട്രാൻസിഷനിൽ ശരിക്കും കാനഡ ത്രട്ടനും ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അർജന്റീനയുടെ അറ്റാക്കിൽ പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ പിന്നെ അലഹാൻഡ്രോ ഗർനാച്ചയോ അല്ലെങ്കിൽ നിക്കോ ഗോൺസാലസയോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത്തരത്തിൽ ആ പേസ് യൂസ് ചെയ്തിട്ട് ഈ കാനഡയുടെ ഡിഫൻസിന് പുറകിലുള്ള ആ ഒരു ഏക്കേഴ്സ് ഓഫ് സ്പേസ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരിക. പക്ഷേ സ്കലനി വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പൊസിഷൻ കൺട്രോൾ ചെയ്തിട്ട് മത്സരത്തെ കില്ല് ഓഫ് ചെയ്താലും അതിലും പുള്ളിക്കാരൻ ഹാപ്പിയാണ്. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത്. പക്ഷേ എന്താണ്, ആ ഒരു ലെഫ്റ്റ് ഏരിയയിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അർജന്റീനയ്ക്ക്. പ്രധാനമായിട്ടും അക്യൂനയൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറേ അവസരങ്ങളിൽ ഇപ്പോൾ ലിച്ച അദ്ദേഹത്തിന് കൊടുക്കുന്ന പാസ് അത് പിന്നെ കാനഡ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കാനഡ അർജന്റീനയെ ട്രബിൾ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ ലിയോണൽ മെസ്സിയെ ഒരു പിന്നെ ഫൗൾ ചെയ്യുന്ന നമ്മൾ കണ്ടു, ഒരു നാസ്റ്റി ഫൗൾ. അതിൽ ലിയോണൽ മെസ്സി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അർജന്റീന ആരാധകരെ സംബന്ധിച്ചോളം ഒരു നിമിഷം പേടിച്ചു പോയി, ഇതൊരു സീരിയസ് ഇഞ്ചുറി ആകുന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇത് കോപ്പ അമേരിക്കയാണ്. കോപ്പ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ഇത് സ്ഥിരം നടക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള റഫ് ടാക്കിളുകൾ ലിയോണൽ മെസ്സിക്ക് പുത്തിരിയല്ല, അതുപോലെ തന്നെ എന്താണ് മൊത്തം സൗത്ത് അമേരിക്കയിലെ പ്ലേയേഴ്സിന് പുത്തിരിയല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഇത് അവിടുത്തെ കളിയുടെ ശൈലിയുടെ ഒരു ഭാഗമാണ്. ഇത് ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള ടാക്കിളുകൾ പ്രത്യേകിച്ച് ഫ്ലെയർ പ്ലേയേഴ്സ് നേരിടേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. റെഫറി കാർഡ് പോലും കൊടുക്കില്ല ചില സാഹചര്യങ്ങൾ എന്നുള്ളതാണ്. ചിലപ്പോൾ മരിച്ചു വീണാലായിരിക്കും കാർഡ് കൊടുക്കുക. ആ രീതിയിലാണ് ചില ഫൗളുകളൊക്കെ അവിടെ നടക്കാറുള്ളത്. അത് മുമ്പുള്ള കോപ്പ അമേരിക്കയിൽ നമ്മൾ കാണുന്ന സംഭവമാണ്. അത് കോൺമബോളിൽ ഈവൻ ക്വാളിഫയേഴ്സിലും അതേ രീതി തന്നെയാണുള്ളത്. ഇടിച്ചിടും, ഫിസിക്കാലിറ്റി ഭീകരമായിരിക്കും. കാനഡ ആണെങ്കിൽ കോൺകക്കാഫ് ടീമാണ്, എന്നിട്ടും അവരും ഫിസിക്കാലിറ്റിയൊക്കെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീനയും ഫിസിക്കാലിറ്റി കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവന്മാർ വരാനുണ്ട്. ചിലി, പിന്നെ പരാഗ്വേ, ജമൈക്ക, കുറേ എണ്ണം വരാനുണ്ട്. കൊളംബിയ, നല്ല ഫിസിക്കാലിറ്റിയുടെ ഉസ്താദുമാർ ഇനി വരാനുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അവിടെ ലിയോണൽ മെസ്സി ഉടനെ തന്നെ എഴുന്നേറ്റു. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു പെനാൽറ്റി അപ്പീൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാനഡയുടെ ഭാഗത്തു നിന്ന്. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു ഫൗൾ ഉണ്ടായിരുന്നു. അത് ക്ലീൻ ഫൗളാണ്. നല്ല രീതിയിൽ പിന്നെ ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് കട്ടിൻ സൈഡ് ചെയ്യാൻ ശ്രമിച്ചാണ് കനേഡിയൻ താരം. അവിടെ ലിസാൻഡ്രോ മാർട്ടിനസ് അദ്ദേഹം വീഴ്ത്തുന്നുണ്ട്. റെഫറി അത് കണ്ടില്ല. വി ആർ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചാൽ അത് പിന്നെ ബോക്സിന് പുറത്താണ്.
ബോക്സിനകത്തായിരുന്നെങ്കിൽ മാത്രമേ വിആറിന് അതിൽ ഇടപെടാൻ സാധിക്കുള്ളൂ. അത് ഫ്രീ കിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണം. എന്തായാലും അവിടെ അർജൻറ്റീന രക്ഷപ്പെട്ടു പോയി. കുറച്ചുകൂടെ ഉള്ളിലേക്ക് ആയിരുന്നെങ്കിൽ അതൊരു പെനാൽറ്റി കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതൊക്കെ 1-0 നിൽക്കുന്ന സാഹചര്യത്തിലാണ്. പിന്നെയാണ് ഹൂലിയൻ അൽവാരസിനെ മാറ്റിയിട്ട് ലൗതാരോ മാർട്ടിനസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കൊക്കെ സ്കാലനി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ മെസ്സിക്ക് മറ്റൊരു 1v1 ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനെ കുറിച്ച് സംസാരിക്കണ്ടേ? അതായത് ഒരു ക്ലിയറൻസ് ആണ്, നേരെ ലിയോണൽ മെസ്സിയുടെ അടുത്തേക്ക് പോകുന്നു. ലിയോണൽ മെസ്സി ആ ഒരു അർജൻറ്റീനയുടെ ഏരിയയിൽ നിന്നാണ് ആ റണ്ണ് നടത്തുന്നത്, അതുകൊണ്ട് ഓഫ് സൈഡ് ആവില്ല. ആള് 1v1 സിറ്റുവേഷനാണ്. ഇത്തവണ അദ്ദേഹം ഗോൾ അടിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം ഓൾറെഡി ഒരു 1v1 മിസ് ചെയ്തു, രണ്ടാമത് ഒരു 1v1 ചെങ്ങായി മിസ് ചെയ്യുന്നുള്ള ആരും പ്രതീക്ഷിക്കുന്നില്ല. ആളൊരു ചിപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. ചിപ്പ് ചെയ്തു, പക്ഷേ ചിപ്പ് ചെയ്ത് പുറത്തേക്ക് പോയി. എന്നിട്ട് ആളവിടെ ഫ്ലാറ്റായിട്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടയർഡ്നെസ് മെസ്സിയുടെ ഗെയിമിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു 70 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നല്ല ടയർഡായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും മെസ്സിയാണ് ആ ഒരു വല്ലാത്തൊരു ത്രൂ ബോൾ കൊടുത്തത്, അത് വേറെ കാര്യം. അപ്പോൾ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എനർജിയും കാര്യങ്ങളും കിട്ടും. പക്ഷേ സ്റ്റിൽ ആൾ ഒരു തേർഡ് ഗിയറിലാണ് മൊത്തത്തിൽ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ അർജൻറ്റീന തേർഡ് ഗിയറിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടൂർണമെൻറ്റുകൾ സ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ ഒരു പരിപാടി. കഴിഞ്ഞ വേൾഡ് കപ്പ് എങ്ങനെയാണ് തുടങ്ങിയത് നമുക്കറിയുന്നതാണ്. പിന്നീട് അങ്ങോട്ട് പിക്കപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ടെസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പെർഫോമൻസ് പിക്കപ്പ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ലൗതാരോ മാർട്ടിനസ് 1v1 മിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഗെയിൻ കാനഡ പൊസിഷനിൽ വളരെ സ്ലോപ്പി ആയിരുന്നു. ബാക്കിൽ നിന്ന് അവർ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലൗതാരോ മാർട്ടിനസ് തന്നെയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ മെസ്സി അത് ലൗതാരോയിലേക്ക് കൊടുക്കുന്നു. ലൗതാരോ 1v1 സിറ്റുവേഷൻ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ആ ഒരു രണ്ടാമത്തെ ഗോൾ പിറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അർജൻറ്റീനയുടെ മൂവാണ്. ബ്യൂട്ടിഫുൾ മൂവ്, ബാക്ക് ടു ഫ്രണ്ട്, 1 ടച്ച് പാസുകളും കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അതിൽ ലോ സെൽസോയിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം 1 ടച്ചിൽ ബോൾ റിലീസ് ചെയ്യുന്നു തൻ്റെ ലെഫ്റ്റിലേക്ക്. എന്നിട്ട് ആ ബോൾ ലോ സെൽസോ തന്നെ പിന്നെ റിസീവ് ചെയ്യുന്നു. ലോ സെൽസോ ഉടനെ തന്നെ കാനഡിയൻ പ്ലെയർ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അത് മെസ്സിക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. മെസ്സി തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ഡിപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാണ് റണ്ണ് നടത്തുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഓർഡിനറി പ്ലേയേഴ്സ് ആണെങ്കിൽ ഡിപ്പോളിനെ അവിടെ പിക്ക് ചെയ്യും. പകരം ലൗതാരോ മാർട്ടിനസിൻ്റെ ആ റണ്ണിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പെർഫെക്റ്റ് ത്രൂ ബോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊടുത്തു എന്നാണ് നമുക്ക് തോന്നാൻ. വളരെ ഡിഫിക്കൽട്ടായൊരു സാധനമാണ് അത്തരത്തിലുള്ള ആ ബോൾ റിലീസ് ചെയ്യാൻ. ഇത്തവണ ലൗതാരോ മാർട്ടിനസ് ഫിനിഷ് ചെയ്യുന്നു. ഗോൾ കീപ്പറിൻ്റെ നടയിലൂടെയാണ് അത് ഉള്ളിലേക്ക് പോകുന്നത്. ലൗതാരോ മാർട്ടിനസിനെ സംബന്ധിച്ചോളം എന്താണ് അതൊരു ബിഗ് മൊമെൻ്റാണ്. അർജൻറ്റീനയെ സംബന്ധിച്ചോളം ഒരു ബിഗ് മൊമെൻ്റാണ്. അങ്ങനെ അവസാനം ആ ഒരു സെക്കൻഡ് ഗോൾ അവർ അടിച്ചു. 2-0 സ്കോറിൽ വിജയിക്കുന്നു. ലിയോണൽ മെസ്സി പിന്നെ ഒരു ഫ്രീ കിക്ക് അടിച്ചു, അത് നേരെ കീപ്പറിൻ്റെ കൈകളിലേക്കാണ് പോയത്. അങ്ങനെ കാനഡയെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവായ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള അവരുടെ ആ ഒരു ഉദ്ദേശത്തിന്, അവരുടെ ആ ഒരു അംബീഷന് വലിയ പോസിറ്റിവിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ ഇസ്മായിൽ കോനെ ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു സ്ട്രോങ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്റ്റാക്കിയോ പിന്നെ പോർട്ടോയുടെ പ്ലെയറാണ്, പുള്ളിക്കാരനും മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ലാരിൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡേവിഡ് അദ്ദേഹത്തിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് കണക്ട് ചെയ്യണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെഡർ. മില്ലർ ആണെങ്കിലും ബുക്കാനൻ ആണെങ്കിലും എന്താണ് ഓഫ് ദ ബോൾ ഭയങ്കരമായിട്ടുള്ള വർക്ക് റേറ്റ് കൊടുത്തിട്ടുണ്ട്. കോർണലിയൂസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് പാർട്ണറായിട്ടുള്ള ബൊംബിത്തയും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലിയോണൽ സ്കാലനി അവസാനം വെച്ചിട്ട് ഓട്ടോമെൻഡിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോമെൻറ്റിയെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു 3 at the ബാക്കിലേക്ക് നീങ്ങാനായിരുന്നു. പിന്നെന്താണ് 2 വിങ് ബാക്കുകൾ ഹയർ അപ്പ് ദ പിച്ച് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ തന്നെ ആൾ വിങ് ബാക്കുകളെയും സ്വിച്ച് ചെയ്തു. അതായത് ടാഗ്ലഫിയൊക്കെയും മോണ്ടിയലിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. അങ്ങനെ മത്സരം ഔട്ട് ചെയ്യാനുള്ളൊരു പരിപാടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ അർജൻറ്റീനയുടെ ഡിഫൻസിൽ ഫസ്റ്റ് ഹാഫിലും അർജൻറ്റീന ഇടയ്ക്ക് വെച്ച് വൾണറബിൾ ആകുന്ന സിറ്റുവേഷനിലും ക്രിസ്ത്യൻ റൊമേറോ ഉണ്ടല്ലോ, അൺബിലീവബിളായിട്ടാണ് കളിച്ചുള്ളത്. ഫ്രണ്ട് ഫുട്ട് ഡിഫൻഡറാണ്, ഭയങ്കര സ്ട്രോങ് ടാക്ലറാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിടലാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കാലിടാനുള്ള എബിലിറ്റി അടിപൊളിയാണെന്നുള്ളതാണ്. ഒരു കിഡിലൻ ഡിഫൻഡറാണ്. അദ്ദേഹത്തിന് കാര്യമായിട്ട് ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, സ്പേഴ്സിൽ കളിക്കുമ്പോൾ കുറേ കൂടി റാഷായിട്ട് അദ്ദേഹം കളിക്കാറുണ്ട്. പക്ഷേ അർജൻറ്റീന കുപ്പായത്തിൽ ആ ഒരു റാഷ് പരിപാടിയൊന്നുമില്ല. നമുക്ക് റാഷായിട്ട് തോന്നും, പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെങ്ങായി ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ണറായിട്ടുള്ള ലിസാൻഡ്രോ മാർട്ടിനസ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ലൈഡിങ് ടാക്കിളൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ബ്യൂട്ടിഫുൾ സാധനമാണ്, അതിൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലിച്ചയും ക്രിസ്ത്യൻ റൊമേറോയും നല്ല തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മത്സരത്തിന് ശേഷം നമ്മൾ കേട്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ പിച്ച് മോശമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എമി മാർട്ടിനസ് ഒക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞത് എന്തോ ആസ്ട്രോടഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേൾഡ് കപ്പൊക്കെ നടക്കാൻ പോകുന്ന സ്ഥലമല്ലേ, ഈ ആർട്ടിഫിഷ്യൽ പിച്ചിൻ്റെ പരിപാടി അത് അത്ര നല്ലൊരു സംഭവമല്ല. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മറ്റൊരു അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.